പ്രിയ കുട്ടികളെ, ക്രിസ്മസ് എക്സാം ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. സെക്കൻഡ് ഇയേഴ്സിലെ കുട്ടികൾക്കുള്ള ഒരു പോർഷനാണ് പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോകാണ്. ആദ്യം വരുന്നത് ന്യൂ റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോ കാണാൻ മൂന്ന് മെത്തേഡ് ഉണ്ട്. ഈ മൂന്ന് മെത്തേഡും നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ന്യൂ റേഷ്യോ കാണാനോ അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കാണാനോ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എയും ബിയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് ആണ്. ഇവര് സി എന്നൊരു പുതിയ ആളെ ഫേമിലേക്ക് ചേർക്കാണ്. സിക്ക് കൊടുക്കുന്ന ഷെയർ 1/5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്ര നമുക്ക് തന്നേക്കണേ. എയും ബിയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സ്. അവര് പുതിയ ഒരു പാർട്ട്ണറെ സിയെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. സിക്ക് കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് 1/5. അതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽ. അത്രേ ഉള്ളൂ. നമ്മുടെ ന്യൂ റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ ആവശ്യപ്പെട്ടേക്കാണ്. അപ്പൊ ഈ മെത്തേഡില് ന്യൂ റേഷ്യോ കാണണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പ്രോഫിറ്റ്, ഫേമിന്റെ പ്രോഫിറ്റ് നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യണം. 1 എന്ന് പറഞ്ഞ ഈ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ നമ്മൾ ന്യൂമറേറ്റർ ആക്കി എഴുതും. അതിനുശേഷം നമ്മൾ ബാലൻസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അതായത് പുതിയ ആൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാണ്. അപ്പൊ നമ്മള് 5/5 എന്ന മൊത്തം പ്രോഫിറ്റ് നിന്ന് പുതിയ ആൾക്ക് കൊടുത്തിട്ട് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് 4/5 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എയുടെ ന്യൂ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എയുടെ ന്യൂ ഷെയർ, എയുടെ പുതിയ ഷെയർ കാണാൻ എയുടെ ഓൾഡ് ഷെയർ നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ ഓൾഡ് ഷെയർ നമുക്ക് തന്നിരിക്കുന്നത് 3:2 ആണ്. A/B 3:2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എയുടെ ഓൾഡ് ഷെയർ 3/5 ആണ്. ഈ 3/5ന് 5 മനസ്സിലായല്ലോ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തത്. അതിന് നമ്മൾ ബാലൻസ് പ്രോഫിറ്റ് കൊണ്ട് അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 12/25 എന്ന് കിട്ടും. എയുടെ ന്യൂ റേഷ്യോ കിട്ടി. ഇനി ബിയുടെ ന്യൂ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ബിയുടെ ന്യൂ ഷെയർ നമുക്ക് കണ്ടുപിടിക്കാൻ ബിയുടെ ഓൾഡ് ഷെയർ 2/5 ആണ്. അതിന് ബാലൻസ് പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ പുതിയ ഷെയർ കിട്ടും. സിയുടെ നമുക്ക് തന്നിട്ടുണ്ട് 1/5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സിയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് തന്നേക്കുന്നതാണ്. ഈ ഡിനോമിനേറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പൊ നമുക്ക് 5/25 എന്ന് കിട്ടും. എന്ന് പറഞ്ഞ ന്യൂ റേഷ്യോ 12:8:5. ഇതാണ് A/B/C 3 പേരുടെ ന്യൂ റേഷ്യോ. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായോ? പുതിയ ആളുടെ ഷെയർ തരും, ഓൾഡ് റേഷ്യോ തരും, പുതിയ ആളുടെ ഷെയറും തരും. അപ്പൊ നമ്മള് ബാലൻസ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. ആ ബാലൻസ് പ്രോഫിറ്റ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. ഇനി സാക്രിഫൈസിങ് റേഷ്യോ ആണ് ചോദിക്കുന്നത്. അടുത്തതായിട്ട് സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ ഓൾഡ് മൈനസ് ന്യൂ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ പഴയവർക്ക് മാത്രമേ ഉള്ളൂ, എക്കും ബിക്കും മാത്രം. എയും ബിയും ആണ് സിയെ ചേർക്കുമ്പോ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പൊ എയുടെ ഓൾഡ് ഷെയർ 3/5 മൈനസ് എയുടെ പുതിയ ഷെയർ 12/25. ഇതാണ് എയുടെ പുതിയ ഷെയർ. ഇനി നമ്മളിത് ചെയ്യുമ്പോ LCM കണ്ട് ചെയ്യാം. അത് നമുക്കിപ്പോ ഇവിടെ 5നെ 5 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താലേ താഴെ മുകളിലും നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 25 ആയിക്കോളും താഴെ. അപ്പൊ താഴെ 25 ആകാൻ വേണ്ടി നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു, താഴെ മുകളിൽ ഇൻറ്റു ചെയ്തു. അപ്പൊ മുകളില് 15 മൈനസ് ഈ 12/25 1 ടൈം എഴുതിയാൽ മതി. അപ്പൊ 3/25 എന്ന് നമുക്ക് എയുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ 2/5 എന്ന ഓൾഡ് ഷെയർ ചെയ്യുന്ന ന്യൂ റേഷ്യോ 8/25. അത് മൈനസ് ചെയ്യുമ്പോൾ 5ന് 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി 25 ആകാൻ. അപ്പൊ ഇവിടെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 10 മൈനസ് 8 ബൈ ഡിനോമിനേറ്റർ. അപ്പൊ 1 ടൈം എഴുതിയാൽ മതി. അപ്പൊ 2/25 എന്ന് കിട്ടും. അപ്പൊ 3:2 എന്ന് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇത് ഫസ്റ്റ് മെത്തേഡ്, അതായത് പുതിയ ആളുടെ ഷെയർ മാത്രം തന്നത്. സെക്കൻഡ് മെത്തേഡാ. അപ്പൊ നമ്മള് ഫസ്റ്റ് മെത്തേഡാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. സെക്കൻഡ് മെത്തേഡില്
നമുക്ക് A:B 3:2 തന്നെയാണ് ക്വസ്റ്റ്യൻ. സിയെ ചേർത്തേക്കാണ് 1/5 ഷെയർ കൊടുത്താണ് സിയെ ചേർത്തിരിക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സി അക്വയേർഡ് ഈക്വലി ഫ്രം ബോത്ത് എന്നാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്. അക്വയേർഡ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കാം, സെക്കൻഡ് മെത്തേഡില് അക്വയേർഡ് എന്ന വാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ അക്വയേർഡ് എങ്ങനെ വേണമെങ്കിലും പറയാട്ടോ, പറഞ്ഞുതരാം. ഈക്വലി ഫ്രം ബോത്ത് എന്ന് പറഞ്ഞ രണ്ട് പേരിൽ നിന്നും ഈക്വൽ ആയിട്ട് എടുത്തിട്ടാണ് സിക്ക് കൊടുത്തേക്കണേന്ന്. അപ്പോ സിയുടെ ഷെയർ ഏതാ? സിയുടെ ഷെയർ 1/5 ആണ്. ഈ 1/5ന്റെ ഹാഫ് 1/10 ആണ്. അതായത് ഒരു ഫ്രാക്ഷന്റെ ഹാഫ് കാണണമെങ്കിൽ ഡിനോമിനേറ്റർ നമ്മൾ ഡബിൾ ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് 1/5ന്റെ ഹാഫ് 1/10 എന്ന് കിട്ടും. അപ്പൊ അക്വയേർഡ് ചെയ്തേക്കുന്നത് രണ്ട് പേരിൽ നിന്ന് ഈക്വൽ ആയിട്ടാ. അപ്പൊ 1/10 ആണ് രണ്ട് പേരിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ എയുടെ ന്യൂ ഷെയർ കാണാൻ എയുടെ ഓൾഡ് ഷെയറിൽ നിന്ന് ഇപ്പൊ അക്വയർ ചെയ്തിരിക്കുന്ന പോർഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പൊ മൈനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 ആയിക്കോളും. അപ്പൊ ഇവിടെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പൊ 6 കിട്ടും. ഇത് അതുപോലെ തന്നെ 1 എഴുതാം, ഡിനോമിനേറ്റർ 10 എഴുതാം. അപ്പൊ 5/10 എന്ന് കിട്ടും. നിങ്ങൾക്ക് നീ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്രോസ് ചെയ്ത് ചെയ്യാത്തത്. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോ എപ്പോഴും ഇതിങ്ങനെ ആദ്യം ചെയ്യണം. അപ്പൊ 3 × 10 30 കിട്ടും. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 5 വരും. ബൈ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് നമ്മൾ താഴെ കൊടുക്കേണ്ട വരും. അപ്പൊ നമുക്ക് 25/50 എന്ന് കിട്ടും. ഇത് നമുക്ക് ചെറുതാക്കാം. ചെറുതാക്കുമ്പോ അതെ 5/10 എന്ന് അപ്പോഴും കിട്ടും. ഈ മെത്തേഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. അപ്പൊ ബിയുടെ നമുക്ക് 5/10 എന്ന് കിട്ടിയത് വേറെ മെത്തേഡാണ്. ഇനി ബിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ 2/5 ആണ് ബിയുടെ ഓൾഡ് ഷെയർ. അതിൽ നിന്ന് നമ്മൾ 1/10 ആണ് മൈനസ് ചെയ്യണത്. അപ്പൊ അക്വയർ ചെയ്തു എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 ആയിക്കോളും. അപ്പൊ മുകളിലും നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 ആകും. 4 മൈനസ് ഈ 1 ആണ് എഴുതിയിരിക്കുന്നത്. ബൈ എന്ത് വരും? 10 വരും. അപ്പൊ നമുക്ക് 3/10 എന്ന് കിട്ടും ബിയുടെ ഷെയർ. സിയുടെ ഷെയറോ നമുക്ക് 1/5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2/10 എന്ന് കിട്ടും. അപ്പൊ റേഷ്യോ എന്ത് കിട്ടും? A:B:C എന്ത് കിട്ടും? 5:3:2 എന്ന് കിട്ടും. 5:3:2 എന്ന് നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും. നമുക്ക് ഇത് ഈക്വലി ഫ്രം ബോത്ത് പറയുമ്പോഴാണ് കേട്ടോ ചില ക്വസ്റ്റ്യനിലെ മക്കളോട് പറയുന്നത് സിക്ക് 1/5 കൊടുത്തു, അത് ഫുള്ളി ഫ്രം എ എന്ന് പറയും, എന്ന് മാത്രം എടുത്തു. അല്ലെങ്കിൽ ഫുള്ളി ഫ്രം ബി എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണറിൽ നിന്നും മാത്രമാണ് അക്വയർ ചെയ്തത് എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്താൽ മതി? അയാളിൽ നിന്ന് മാത്രം മൈനസ് ചെയ്താൽ മതി. മറ്റേയാളുടെ ഷെയർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഓർത്ത് വെക്കുക, അക്വയർ ചെയ്യുന്നത് ഒരാളിൽ നിന്നും മാത്രമാണെങ്കിൽ അയാളിൽ നിന്ന് മാത്രമേ മൈനസ് ചെയ്യാവൂ കേട്ടോ. ഇനി വേറൊരു കുഴക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. എന്താണെന്നറിയോ? ഈ അക്വയറിൽ നിങ്ങളോട് പറയാണ്, ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മളോട് പറയാണ് അക്വയർ ചെയ്തിരിക്കുന്നത്, അക്വയേർഡ് സെക്കൻഡ് മെത്തേഡ് അല്ല, ഇതിന്റെ വേറൊരു മെത്തേഡാണ് കേട്ടോ പറയുന്നത്. ഓർത്ത് വെക്കാം, അക്വയേർഡ് 3:2 എന്ന് പറയാണ്, അല്ലെങ്കിൽ 2:1 ഏതെങ്കിലും ഒരു റേഷ്യോ. അപ്പൊ 3:2 പറയുമ്പോ നിങ്ങൾക്ക് അവിടുത്തെ 3:2 ആയതുകൊണ്ട് ഒരു ഡൗട്ട് വേണ്ട, 2:1 എന്ന് പറയാണ്. അതായത് അക്വയർ ചെയ്തേക്കണത് സിക്ക് കൊടുത്ത 1/5 സി അക്വയർ ചെയ്തേക്കണത് 2:1 എന്ന റേഷ്യോയിലാണെന്ന്. അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്യണം, സിയുടെ ഷെയർ 1/5 ആണ്. ഇതിന്റെ 2/3 എന്ന് വെച്ചാൽ 2 1 ആഡ് ചെയ്യണത് കേട്ടോ, അതാണ് 2/3. അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ നേരെയാണ് ഇൻറ്റു ചെയ്യുന്നേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2/15 എന്ന് കിട്ടും. അപ്പൊ എയുടെ ന്യൂ ഷെയർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാലേ ഉടനെ എന്ത് ചെയ്യണം? എയുടെ പഴയ ഷെയറിൽ നിന്ന് ഈ കൊടുത്ത പോർഷൻ അത് അങ്ങോട്ട് മൈനസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഒരു റേഷ്യോ തന്നിട്ട് പുതിയ ആളുടെ ഷെയറിന്റെ ഇന്ന റേഷ്യോയിലാണ് അക്വയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പുതിയ ആളുടെ ഷെയറിനെ നമ്മൾ റേഷ്യോ വെച്ച് ഇൻറ്റു ചെയ്യണം.
റേഷ്യോ വെച്ച് ഇൻറ്റു ചെയ്തിട്ട് ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ഈ പോർഷൻ അയാളുടെ ഓൾഡ് ഷെയറിൽ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എയുടെ ന്യൂ റേഷ്യോ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് 5നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 15 ആയിക്കോളും. ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പൊ 9 - 2/15 കിട്ടും. അപ്പൊ നമുക്ക് 7/15 എന്ന് ആൻസർ കിട്ടും ആദ്യത്തെ ആളുടെ. ബിയുടെ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് സിയുടെ റേഷ്യോ ആണ്, സിയുടെ ഷെയർ ആണ് റേഷ്യോയിൽ എടുക്കുന്നത്. അപ്പൊ സിയുടെ ഷെയറിന്റെ 1/3 ആണ് നമ്മൾ ഇൻറ്റു ചെയ്യണത്. 1/3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1/15 കിട്ടും. ഇനി ബിയുടെ ന്യൂ റേഷ്യോ കാണാൻ എപ്പോഴും കുട്ടികൾ തെറ്റിക്കണം എന്താ പറയാം, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ മൈനസ് ചെയ്യില്ല. ഉടനെ തന്നെ ഓർത്ത് വെക്കുക, ആ ബിയുടെ ഓൾഡ് ഷെയറിന്ന് അപ്പൊ തന്നെ അങ്ങോട്ട് അത് മൈനസ് ചെയ്തോളണം. ഇപ്പൊ നമ്മൾ എയുടെ അങ്ങനെയല്ലേ ചെയ്തത്, ഇൻറ്റു ചെയ്ത് കിട്ടിയ പോർഷൻ എയുടെ ഓൾഡ് ഷെയറിന്ന് അപ്പൊ തന്നെ നമ്മൾ അങ്ങോട്ട് മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് തെറ്റില്ല. അതുപോലെ തന്നെ ബിയുടെ. അപ്പൊ ഇവിടെ നമ്മൾ 3 കൊണ്ട് നമ്മൾ താഴെ മുകളിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പൊ നമുക്ക് 6 ഇവിടെ കിട്ടി, -1/15. അപ്പൊ നമുക്ക് 5/15 എന്ന് കിട്ടി. സിയുടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 1/5 എന്ന് തന്നിട്ടുണ്ട്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ താഴെയും മുകളിലും 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ നമുക്ക് 3/15 എന്ന് ആൻസർ കിട്ടി. അപ്പൊ അക്വയറിൽ 3 മെത്തേഡിൽ പറയാം. ഒന്നല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ഒരാളിൽ നിന്ന് മാത്രമെന്ന് പറയാം, അല്ലെങ്കിൽ ഇതുപോലെ മക്കൾക്ക് റേഷ്യോ തന്നിട്ട് അക്വയർ ചെയ്തു എന്ന് പറയാം. എങ്ങനെ പറഞ്ഞാലും അത് തെറ്റിക്കാതെ ചെയ്യണം. ഒരു മെത്തേഡും കൂടി ഉണ്ട് ന്യൂ റേഷ്യോ കാണാനായിട്ട്. അത് സറണ്ടർ ആണ്. സറണ്ടർ ചെയ്തു എന്ന് പറയണതാണ്. ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. എയും ബിയും 3:2 ആണ്. സിയുടെ ഷെയർ നമുക്ക് തന്നിട്ടില്ല. സിയെ ചേർത്തു, പക്ഷെ സിയുടെ പുതിയ ആളുടെ ഷെയർ നമുക്ക് തന്നിട്ടില്ല. പകരം നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എ സറണ്ടേഡ് ഒരു പോർഷൻ, ബി സറണ്ടേഡ് ഒരു പോർഷൻ നമുക്ക് ക്വസ്റ്റ്യൻ പറയാണ്. അപ്പൊ എയും ബിയും പാർട്ട്നേഴ്സ് 3:2 ആണ് റേഷ്യോ. സിയെ പുതിയതായിട്ട് ചേർത്തു. സിയുടെ ഷെയർ നമുക്ക് തന്നിട്ടില്ല. സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എ സറണ്ടേഡ്, കണ്ടോ അടുത്ത മെത്തേഡിൽ സറണ്ടറാ, മൂന്നാമത്തെ മെത്തേഡിൽ സറണ്ടർ ആണ്. അപ്പൊ എ സറണ്ടേഡ് ഇപ്പൊ 1/6 എന്നാണ് പറയണേന്ന് ഓർത്തോ. സിക്ക് കൊടുക്കാൻ ഇൻ ഫേവർ ഓഫ് സി, സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എ സറണ്ടർ ചെയ്തിരിക്കുന്നതാ ഇൻ ഫേവർ ഓഫ് സി. സിക്ക് കൊടുക്കാൻ വേണ്ടി എ സറണ്ടർ ചെയ്തേക്കണത് 1/6 ഷെയർ ആണ്. എയുടെ ഷെയറിന്റെ 1/6 ഭാഗം എ സിക്ക് കൊടുക്കാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മള് എയുടെ ഷെയർ 3/5 ആണ്. ഇതിന്റെ 1/6 കണ്ടുപിടിക്കണം. 1/6 ആണല്ലോ കൊടുക്കുന്നേ. അപ്പൊ 1/6 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3/30 കിട്ടും. ഇനി ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, എയുടെ പഴയ ഷെയറിന്ന് കൊടുത്ത പോർഷൻ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ആ കൊടുത്ത പോർഷൻ നമ്മൾ അങ്ങോട്ട് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ. ഇത് നമ്മൾ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 30 ആയിക്കോളും. അപ്പൊ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. ആ 6 വെച്ച് മുകളിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 18 വരും. 18 - 3/30. അപ്പൊ നമുക്ക് 15/30 എന്ന് അയാളുടെ ഷെയർ കിട്ടും. ഇനി ബിയുടെ കണ്ടുപിടിക്കണമെങ്കിലോ, ബി സറണ്ടർ ചെയ്തേക്കണതാ. അപ്പൊ ക്വസ്റ്റ്യൻ പറയാണ് ബി സറണ്ടേഡ് 2/6 പോർഷൻ എന്നാണ് തന്നേക്കണെന്ന് വെച്ചോ. ബിയുടെ ഷെയറിന്റെ 6/2 ഭാഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബിയുടെ ഷെയർ 2/5 ആണ്. ഇതിന്റെ 2/6 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 2/6 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4/30 കിട്ടും. ഇനി ബിയുടെ ഓൾഡ് ഷെയർ കാണാൻ ബിയുടെ 2/5 എന്ന പഴയ ഷെയറിന്ന് എടുത്ത പോർഷൻ നമ്മൾ മൈനസ് ചെയ്യണം. 4/30 ആണ് ഇപ്പൊ ഇൻറ്റു ചെയ്തപ്പോ കിട്ടിയത്. ആ ഇൻറ്റു ചെയ്തത് അപ്പൊ തന്നെ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഇതിന് നമ്മൾ 2/5 ആണ്. 5നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 30 ആയിക്കോളും. അപ്പൊ ഇവിടെ നമ്മൾ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. 12 - 4/30. അപ്പൊ നമുക്ക് 8/30 എന്ന് കിട്ടും. അപ്പൊ നോക്കി, എയുടെ നമുക്ക് എന്ത് കിട്ടി, 15/30 കിട്ടി. ബിയുടെയോ 12/8/30 കിട്ടി. സിയുടെ നമുക്ക് തന്നിട്ടില്ലല്ലോ. സിയുടെ കാണാൻ 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് 2 പേരുടെ ഇൻറ്റു ചെയ്ത് കിട്ടിയ പോർഷൻ ഇല്ലേ, അത് അങ്ങോട്ട് പ്ലസ് ചെയ്താൽ മതി. അപ്പൊ ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. 3ഉം 4ഉം
7 എന്ന് കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡിനോമിനേറ്റർ ഒക്കെ ഡിഫറെന്റ് ആണ്, ഈ മക്കൾക്ക് ഡൗട്ട് വരും. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, 15ഉം 8ഉം കൂടി അങ്ങോട്ട് കൂട്ടി നോക്കാം. അപ്പൊ എത്ര കിട്ടും? 23. ഡിനോമിനേറ്റർ 30 അല്ലേ, ആ 30ന്ന് 23 അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിയുടെ എന്ത് കിട്ടും ഷെയർ? അപ്പോ സിയുടെ 7/30 എന്ന് കിട്ടും. മനസ്സിലായോ? രണ്ടുപേരുടെയും ന്യൂമറേറ്ററിന് ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിന് മൈനസ് ചെയ്താൽ നമുക്ക് സിയുടെ പുതിയ ഷെയർ കിട്ടും. അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയത് വേണം നമ്മൾ പ്ലസ് ചെയ്യാൻ കേട്ടോ. അതല്ലാതെ നമ്മൾ ഈ ആൻസർ എടുത്ത് പ്ലസ് ചെയ്യരുത്, മൾട്ടിപ്പിൾ ചെയ്ത പോർഷൻ വേണം പ്ലസ് ചെയ്യാനായിട്ട്. അങ്ങനെ 3 മെത്തേഡിലാണ് നമുക്ക് ന്യൂ റേഷ്യോ കാണാൻ. ന്യൂ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാണാൻ ഓൾഡ് മൈനസ് ന്യൂ ആണ്. ഇനി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഗുഡ്വില്ലിന്റെ 3 മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി നമുക്ക് ഓരോ പോർഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകും. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ.